അയലത്തെ വീട്ടിലെ പയ്യൻ സദാ ജോളിയടിച്ചും പ്രശ്നത്തിൽ ചാടിയും ചിരിപ്പിച്ച യൂത്തിന്റെ പ്രതിനിധി. അതായിരുന്നു മലയാളികൾക്ക് ബേസിൽ ജോസഫ്. എന്നാൽ ഒരൊറ്റ സിനിമ കൊണ്ട് ആ ചട്ടക്കൂടുകളെല്ലാം പൊട്ടിച്ചു വന്നിരിക്കുകയാണ് ബേസിൽ. ഒരൽപ്പം ചിരിപ്പിച്ചും ഒരുപാട് ചിന്തിപ്പിച്ചും തിയേറ്ററിൽ നിന്ന് വിട്ട സിനിമ പൊന്മാൻ OTT റിലീസായപ്പോൾ എങ്ങും ചർച്ചകളിൽ അജേഷ് PPയെ കുറിച്ചാണ്. തിയേറ്ററിൽ അർഹിക്കുന്ന വിജയം ഈ ചിത്രത്തിന് കിട്ടിയോ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ പാടാണ്. പക്ഷേ ഇപ്പോൾ പൊന്മാൻ തരംഗമായി മാറിക്കഴിഞ്ഞു. സിനിമാ ഗ്രൂപ്പുകളിൽ ബേസിലിന്റെ പുതിയ അവതാരത്തെ ആഘോഷിക്കുന്നവരും നിരവധി. കുറച്ചു കാലങ്ങൾക്ക് മുൻപായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു രീതിയിലായിരുന്നുവെങ്കിൽ വില്ലനാകേണ്ടിയിരുന്ന ഒരു കഥാപാത്രമായിരുന്നു പൊന്മാൻ സിനിമയിലെ അജേഷ്. ഒരമ്മയുടെയും കല്യാണപ്പെണ്ണിന്റെയും കണ്ണീരിനോ ജീവിത സാഹചര്യങ്ങൾക്കോ യാതൊരു വിലയും കൽപ്പിക്കാതെ സ്വന്തം പൊന്നിനു വേണ്ടി മുറവിളി കൂട്ടുന്ന ഒരു വില്ലൻ കഥാപാത്രം. എപ്പോഴും ഒരു വശം മാത്രം ചിന്തിക്കുന്ന, സാഹചര്യങ്ങളാൽ വില്ലനാക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ അജേഷിന് മുന്നേ ഉണ്ടായിട്ടുണ്ട്. അവിടെയാണ് അജേഷിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് സംവിധായകനും എഴുത്തുകാരും ചേർന്ന് അജേഷിനെ ഒരു നായകനിലേക്ക് മാറ്റി എഴുതുന്നത്. നീയും നിന്റെ പെങ്ങളും കൂടെ എന്റെ ചോറിലാടാ മണ്ണ് വാരിയിട്ടതാ, ആ ചോറ് തിന്നിട്ടായാലും ഞാൻ എന്റെ പൊന്ന് കൊണ്ടുവരുമെന്ന് പറയുന്നിടത്തു നിന്നും അജേഷ് ഒരിക്കലും ഒരു വില്ലനല്ല, മറിച്ച് സ്വന്തം ജീവിതത്തിനും നിലനിൽപ്പിനും കുപ്പത്തൊട്ടിയിൽ നിന്നും സ്വന്തം ഉണ്ടാക്കിയെടുത്ത വിശ്വാസത്തെ നിലനിർത്തുന്നതിനും വേണ്ടി ഏതറ്റം വരെയും പോരാടുന്ന ഒരുവനായി മാറുകയാണ്.